ഹായ് ഓൾ, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്യം ബട്ട്ലർ ഈറ്റ്സ് എഴുതിയിട്ടുള്ള സെയിലിംഗ് ടു ബൈസാൻറ്റിയം എന്ന് പറയുന്ന പോമാണ്. ആദ്യം തന്നെ ഈറ്റ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ഈറ്റ്സ് എന്ന് പറയുന്നത് 20th സെഞ്ച്വറിയിലെ ഗ്രേറ്റസ്റ്റ് പോയറ്റാണ്, പ്ലേറൈറ്റാണ് ആൻഡ് പൊളിറ്റീഷ്യനും കൂടിയാണ്. അദ്ദേഹം അബേ തിയേറ്ററിൻ്റെ കോ-ഫൗണ്ടർ കൂടിയാണ്. 1923 നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചറിൽ അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ കൂടുതലായിട്ട് അദ്ദേഹം പോയട്രിയിൽ കാണിച്ചിരുന്നത് നാഷണലിൻ്റെ സ്പിരിറ്റിനെ കുറിച്ചിട്ടായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ മേജർ തീംസ് എന്ന് പറയുന്നത് ലവ് ആൻഡ് ബ്യൂട്ടി, ഐറിഷ് നാഷണലിസം, സ്പിരിച്വാലിറ്റി, മിസ്റ്റിസം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക് എന്ന് പറയുന്നത് വെൻ യു ആർ ഓൾഡ്, ദ സെക്കൻഡ് കമ്മിങ്, സെയിലിംഗ് ടു ബൈസാൻറ്റിയം, നോ സെക്കൻഡ് ട്രോയ്, എ പ്രയർ ഫോർ മൈ ഡോട്ടർ. ഇത്രയും വർക്ക്സാണ് മെയിൻ ആയിട്ടുള്ളത്. നെക്സ്റ്റ് പോമിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. സെയിലിംഗ് ടു ബൈസാൻറ്റിയം 1926 റിട്ടേൺ ചെയ്തത്. പബ്ലിഷ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ദ ടവർ എന്ന് പറയുന്ന കളക്ഷൻ ഓഫ് വർക്കിലാണ് 1928 അദ്ദേഹം പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഈ ഒരു പോമിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഈറ്റ്സ് ഏജിങ്, ആർട്ട്, അതുപോലെ സ്പിരിച്വൽ ഇമ്മോർട്ടാലിറ്റീനെ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോമിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഈറ്റ്സിന് ഫീൽ ചെയ്യണം അദ്ദേഹം വളരെയധികം ഓൾഡായെന്നും ഫിസിക്കൽ ബ്യൂട്ടിയിലും യൂത്തിലും സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു വേൾഡിൽ അദ്ദേഹത്തിന് യാതൊരു സ്ഥാനവും ഇല്ലയെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ബൈസാൻറ്റിയത്തിലേക്കൊരു ജേർണി പോകണമെന്നൊരു ഇമാജിൻ ചെയ്യുന്നത്. ആ ഒരു യാത്ര എന്ന് പറയുന്നത് സിമ്പിൾ ഓഫ് എറ്റേണൽ ആർട്ട്, വിസ്ഡം, അതുപോലെ സ്പിരിച്വൽ പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ള സിമ്പിൾസൊക്കെ ആയിരുന്നു. ഈ ഒരു ജേർണിയിൽ പോയിട്ട് ഹോപ്പ് ചെയ്യണം, അതായത് മോർട്ടൽ ബോഡിയിൽ നിന്ന് ലീവ് ചെയ്തിട്ട് വർക്ക് ഓഫ് ഹാർട്ടിൽ അദ്ദേഹം കൂടുതലായിട്ട് സമയം സ്പെൻഡ് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് സ്റ്റാൻസ വൈസ് മീനിങ് നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസയിൽ പോയിട്ട് വേൾഡിനെ നോക്കിയിട്ട് പറയുകയാണ്, അതായത് ഓൾഡ് പീപ്പിൾസിന് ഇവിടെ യാതൊരു പ്ലേസ് ഇല്ല എന്നും യങ് ആയിട്ടുള്ള ആളുകൾക്കാണ് പ്ലേസ് ഉണ്ടെന്നാണ് പറയുന്നത്. യങ് ആയിട്ടുള്ള ആളുകൾ ബിസിയാണ്, എന്തിലൊക്കെ ലവിലും അതുപോലെ പ്ലഷറിലൊക്കെ അവർ ബിസിയാണ്. ബേർഡ്സ് സിങ് ചെയ്യുന്നുണ്ട്, ഫിഷ് സ്വിം ചെയ്യുന്നുണ്ട്, മറ്റുള്ള ലിവിങ് തിങ്സൊക്കെ അവരുടെ ലൈഫും റീപ്രൊഡക്ഷനിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഏതൊരു വസ്തു ആയാലും അവർക്ക് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അവർക്ക് ഉറപ്പായും ഒരു മരണമുണ്ട്. അതൊരിക്കലും ഫോർഎവർ ലാസ്റ്റിംഗ് അല്ല എന്നാണ് പറയുന്നത്. അതുപോലെ ആളുകൾ ഫിസിക്കൽ പ്ലഷറിലൊക്കെയാണ് അവർ എൻജോയ് ചെയ്യുന്നത്. അവർ എറ്റേണൽ തിങ്സ് ആയിട്ടുള്ള ആർട്ട്, വിസ്ഡം, സോള് എന്നീ കാര്യങ്ങൾ അവർ മറന്നു പോവുകയാണ്. അതായത് അവർ വിചാരിക്കുന്നത് അതൊരിക്കലും എന്തല്ലാന്ന്, അതൊരിക്കലും ആ കാര്യങ്ങൾ ഒരിക്കലും ഓൾഡായിട്ടുള്ളതല്ല എന്നാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസയിൽ പോയിട്ട് പറയണം ഓൾഡ് മാൻ എന്ന് പറയുന്നത് വീക്കാണെന്നും യൂസ്ലെസ് തിങ് ആണെന്നും, അതായത് ഒരു വടിയിൽ കീറിയ കോട്ട് ഹാങ് ചെയ്ത പോലെ എന്നാണ് പറയുന്നത്. ഇനി സോള് പാട്ട് പാടാൻ പഠിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ആർട്ട് ആൻഡ് നോളജ് ക്രിയേറ്റ് ചെയ്യാനും അപ്രീഷിയേറ്റ് ചെയ്യാനും പറ്റുമെങ്കിൽ ഓൾഡ് ഏജിനൊരു മീനിങ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി പാസ്റ്റ് ജനറേഷനിലുള്ള ഗ്രേറ്റസ്റ്റ് വർക്ക്സ് ഓഫ് ആർട്ടിനെയും വിസ്ഡത്തെയും കുറിച്ചിട്ട് പാട്ട് പാടാനും അവർ പഠിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈറ്റ്സ് ഡിസൈഡ് ചെയ്യാണ് ബൈസാൻറ്റിയത്തിലേക്ക് ഒരു കപ്പൽ യാത്ര പോകാമെന്ന് അദ്ദേഹം ഡിസൈഡ് ചെയ്യാണ്. അദ്ദേഹം സ്പിരിച്വൽ ആൻഡ് ആർട്ടിസ്റ്റിക് എറ്റേണിറ്റിയിൽ സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. തേർഡ് സ്റ്റാൻസയിൽ ഈറ്റ്സ് ഇമാജിൻ ചെയ്യുകയാണ്, അതായത് ആൻഷ്യൻ്റ് ചേർച്ചുകളിൽ ഗോൾഡൻ മൊസൈക്കുകളിൽ ഹോളി സേജസ് നിൽക്കുന്ന ബൈസാൻറ്റിയത്തിൽ ഈറ്റ്സ് എത്തിപ്പെടുകയാണ്. അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എറ്റേണൽ വിസ്ഡം, അതുപോലെ സ്പിരിച്വൽ പ്യൂരിറ്റി എന്ന രീതിക്കാണ്. അത് നെക്സ്റ്റ് ലൈനിൽ പറയുന്നത്, അതായത് അദ്ദേഹം കോഡ് ചെയ്യണ ഇവരോട് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ സോളിനെ പഠിപ്പിക്കാൻ, എന്തിനാണ് ഫിസിക്കൽ ഡിസയറിൽ നിന്നും മരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബോഡിയെ ഫ്രീ ആക്കണമെന്ന് പഠിപ്പിക്കാൻ അവരോട് പറയാം. പിന്നെ അദ്ദേഹത്തിന് നെക്സ്റ്റ് ലൈനിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ഡിസയർ എന്ന് പറയുന്ന ആ ഒരു ലോകത്തിൽ നിന്ന് മാറി പെർഫെക്റ്റ് ആൻഡ് ഇമ്മോർട്ടൽ വേൾഡ് ഓഫ് ആർട്ടിലേക്ക് മാറണമെന്ന് അദ്ദേഹത്തിന്
പറയുകയാണ്. ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത് സ്പിരിച്വൽ പ്യൂരിഫിക്കേഷനാണ്. അതായത് അദ്ദേഹത്തിന് ഇമ്മോർട്ടാലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പിരിച്വൽ പ്യൂരിഫിക്കേഷനാണ് ഈ ഒരു സ്റ്റാൻസയിൽ പോയിട്ട് പറയാണ്. അദ്ദേഹം ഈ ഒരു വേൾഡ് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ റിട്ടേൺ വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഹ്യൂമൺ ആവാനോ നാച്ചുറൽ ആവാനോ അദ്ദേഹം ശ്രമിക്കില്ലായിരുന്നു. അതിന് പകരമായിട്ട് ഹ്യൂമൺ ഹാൻഡ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഗോൾഡൻ ബേർഡ് ആവാനാണ് അദ്ദേഹം ശ്രമിക്കുക. കാരണം ഈ ഒരു ഗോൾഡൻ ബേർഡ് സിംബലൈസ് ചെയ്യുന്നത് എറ്റേണൽ ആർട്ടിനെയാണ്. ഈ ഒരു ഗോൾഡൻ ബേർഡ് പാലസിൻ്റെ ബ്രാഞ്ചസിൽ ഇരുന്നിട്ട് പാട്ടുപാടുക. അതായത് ഒരിക്കലും മോട്ടൽ ലവിനെ കുറിച്ചിട്ടായില്ല ആ ഒരു ഗോൾഡൻ ബേർഡ് പാട്ട് പാടാറ്. അദ്ദേഹം ആ ഒരു ഗോൾഡൻ ബേർഡ് സിങ് ചെയ്യുന്നത് പാസ്റ്റിനെ കുറിച്ചിട്ട്, പ്രസൻറ്റിനെ കുറിച്ചിട്ടും ഫ്യൂച്ചറിനെ കുറിച്ചിട്ടും ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോമിൽ കീറ്റ്സ് പ്രസൻറ്റ് ചെയ്യുന്നത്.